അയൽ രാജ്യമായ കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി പ്രസ്താവിച്ച് ഡൊണാൾഡ് ട്രംപ്. ശനിയാഴ്ച എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് അമേരിക്കൻ സബ്സിഡിയും ബിസിനസ് സഹകരണവുമില്ലാതെ കാനഡ നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ചു. ഈ മാസം ആദ്യം തൻ്റെ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി ട്രംപ് കാനഡയോട് അമേരിക്കയുടെ ഭാഗമാകാൻ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ചെയ്താൽ ഉയർന്ന താരിഫിൽ നിന്ന് രക്ഷപ്പെടാമെന്നും ട്രംപ് കാനഡയോട് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ സബ്സിഡി ഇല്ലെങ്കിൽ കാനഡ യഥാർത്ഥത്തിൽ നിലനിൽക്കില്ലെന്നും കാനഡ പൂർണ്ണമായും അമേരിക്കയെ ആശ്രയിക്കുന്നുവെന്നും ട്രംപ് അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി. ആ രാജ്യം ഒരു സംസ്ഥാനമല്ലെങ്കിൽ ഒരു രാജ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അമേരിക്കയുടെ ഭാഗമാകുന്നത് കാനഡയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ. കാനഡ അമേരിക്കയിൽ ചേർന്നാൽ കാനഡയിലെ ജനങ്ങൾ വളരെ കുറഞ്ഞ നികുതി മാത്രമേ അടയ്ക്കേണ്ടി വരികയുള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത്. അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയും കൂടുതൽ മെച്ചപ്പെട്ട പരിചരണവും ലഭിക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. മാത്രമല്ല, അവർ എല്ലാവിധത്തിലും കൂടുതൽ സുരക്ഷിതരായിരിക്കുമെന്നും ട്രംപ് പറയുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ നടപടി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞു. കാനഡയ്ക്ക് മേൽ ഫെബ്രുവരിയിൽ താരിഫുകൾ ചുമത്തുമെന്നും ട്രംപ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്.